തലമുറകളെ മയക്കുമരുന്നിന് അടിമപ്പെടുത്തുക. കേരളത്തിൽ എന്നോട് ഒരു ദിവസം ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ മയക്കുമരുന്ന് എന്ന് പറഞ്ഞപ്പോൾ ഒരു വൈദികൻ എന്നോട് പറഞ്ഞു, മയക്കുമരുന്നെന്ന് പറയരുത്, മയക്ക് വിഷം എന്ന് പറയണം എന്ന് പറഞ്ഞു. എന്നോട് അടുത്തത് ശരിയല്ലേ? അപ്പോൾ ഡ്രഗ് നമ്മൾ മരുന്നെന്ന് ഉപയോഗിക്കുന്ന തരത്തിൽ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. അപ്പോൾ മയക്ക് വിഷം എന്ന് പറയണം എന്ന് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മയക്ക് വിഷം. അപ്പോൾ അത് തലമുറകളെ, അവരുടെ മനസ്സുകളെ, അവരുടെ ആരോഗ്യത്തെ എല്ലാം കീഴ്പ്പെടുത്തുക, ഒരു രാഷ്ട്രത്തിന്റെ ഭാവിയെ തകർക്കുക, അതുവഴി സമാഹരിക്കുന്ന വലിയ തോതിലുള്ള പണം ഉപയോഗിച്ച് ലോകത്താകമാനം തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുക. ഇതാണ് അന്താരാഷ്ട്ര മാഫിയകളുടെ വലിയ ലക്ഷ്യം. ഇന്ത്യ അവരുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ്. 140 കോടിയിൽ പരം വരുന്ന ജനത, അതിൽ തന്നെ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന യുവതലമുറയത് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്താണ്. അപ്പൊ ഇന്ത്യയുടെ ശത്രുക്കളെ സംബന്ധിച്ച് ഈ യുവതലമുറയെ തകർക്കുക, അവരുടെ ജീവിതത്തെ നശിപ്പിക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു മാർക്കറ്റ്, 140 കോടി മനുഷ്യരിലെ ഒരു വലിയൊരു ചെറിയ ശതമാനത്തിൽ തന്നെ മയക്കുമരുന്ന് വിപണനം സാധ്യമാക്കി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കണം. അപ്പോൾ അതൊരു വലിയ, നമ്മുടെ രാജ്യം എന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇത്തരം ഒരു മാഫിയകളുടെ റഡാറിലുള്ള ഒരു രാഷ്ട്രമാണ്. നമ്മുടെ സംസ്ഥാനമായ കേരളവും ഇന്ന് വലിയ തോതിൽ ഇത്തരം ഭീഷണിയെ നേരിടുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ നിയോജകമണ്ഡലമായിരിക്കുന്ന കായംകുളത്ത് എന്നെ ഒരു കുടുംബത്തിലെ പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, മകൻ +2 പാസ്സായി, 18 വയസ്സേ ഉള്ളൂ പ്രായം. ഇന്ന് രാവിലെ വീട് മുഴുവൻ തകർത്ത് കളഞ്ഞു. വൈകുന്നേരം എന്നെയും എൻ്റെ ഭാര്യയെയും കൊന്നുകളയും എന്ന് പറഞ്ഞിരിക്കുകയാണ്. വൈകുന്നേരം വീട്ടിലേക്ക് വരും, വൈകുന്നേരം ഞങ്ങളെ രണ്ടുപേരെയും കൊല്ലുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഒരു സഹായം വേണം, എവിടെ നമുക്ക് ഈ ലഹരി മുക്ത കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും പ്രവേശിപ്പിക്കണം, എക്സൈസിന് അത്തരം ഒരു സംവിധാനമുണ്ടല്ലോ, എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം, നമുക്ക് നാളത്തേക്ക് ഞാനൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് അന്വേഷിക്കാം, ഏറ്റവും നല്ല ലഹരിമുക്ത കേന്ദ്രത്തിൽ തന്നെ പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞത്, നാളെ വരെ നീണ്ടാൻ പറ്റില്ല, ഇന്ന് വൈകുന്നേരം ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുകയാണ്, കൊല്ലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനെ ഇടപെടേണ്ടി വരില്ല എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ തുടർന്ന് തന്നെ എക്സൈസ് കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസിന്റെ ഒരു ടീം പോയി ആ കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോയി ഏറ്റവും അടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലഹരി മുക്ത കേന്ദ്രത്തിൽ, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അവിടുത്തെ കുറച്ച് ട്രീറ്റ്മെന്റിന് ശേഷം ആ കുട്ടിയെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. 18 വയസ്സേ ഉള്ളൂ. +2 കഴിഞ്ഞൊരു കുട്ടി എത്ര ഒരു മാനസികാവസ്ഥയിൽ എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മാതാപിതാക്കൾ ഭയപ്പെടുകയാണ് ഞങ്ങളെ കൊന്നുകളയും എന്നുള്ളത്. ഇതൊരു ഒറ്റപ്പെട്ട ആശങ്കയല്ല. സംസ്ഥാനത്താകമാനം വലിയ തോതിൽ ഇത്തരത്തിൽ കുട്ടികൾ അവരുടെ സ്വഭാവ രീതികൾ തന്നെ മാറി വളരെയധികം അക്രമാസക്തരായി സമചിത്തത നഷ്ടപ്പെട്ട് എന്തും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലാവുന്ന കുട്ടികൾ പലരും, ഉപഭോക്താക്കളാവുന്ന കുട്ടികൾ പലരും 20, 21, 17, 18 വയസ്സ് മാത്രം പ്രായമുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ചെറുത്തേ മതിയാകും. പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇതുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ പലരും ഈ ലഹരി ഉപയോഗിക്കുന്നത്, സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നത്, ഒരു തവണയൊന്ന് ഉപയോഗിച്ചത് എങ്ങനെയെന്ന് അറിയാം എന്നുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത് ഉപയോഗിക്കപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇതിൽ മാത്രം പ്രേരിപ്പിക്കപ്പെടുന്നവരോ ഒന്ന് ഉപയോഗിച്ച് നോക്കിയേക്കാം, നമ്മളിതിനെക്കുറിച്ചൊന്ന് അറിയാം എന്ന് പറഞ്ഞാണ് പലരും തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്.